നമസ്കാരം. തിരഞ്ഞെടുപ്പുകളെന്നും ആളും ആരവവും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക മനഃശാസ്ത്ര രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടി ഓഫീസുകളുടെ മുന്നിലും അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. പാർട്ടിയും പാർട്ടിക്കാരും അണികളും നേതാക്കളുമൊക്കെ ഒരു ചാകര പോലെ കാണുന്ന ഒരു ഉത്സവമാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും. ആ തിരഞ്ഞെടുപ്പുകൾക്ക് ആക്കം കൂട്ടുന്നത് സ്ഥാനാർത്ഥി നിർണയമാണ്. ആ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ പിന്നെ പ്രചാരണത്തിൻ്റെ ശക്തി കൂടുന്നു. ആ പ്രചാരണ വേളകളിലേക്ക് കടക്കുമ്പോൾ മുതിർന്ന നേതാക്കളടക്കം എത്തുകയും ആ മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ കേട്ട് കോരിത്തരിക്കുകയും ചെയ്യുന്ന അണികളെ നമുക്ക് കാണുവാനും കഴിയും. പക്ഷേ ആ അണികളുടെയൊക്കെ പ്രതീക്ഷ അവർ വിജയിക്കും, അവരുടെ പാർട്ടി വിജയിക്കും, അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിന് മുൻപുള്ള ചില ഘട്ടങ്ങളുണ്ട്. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കൽ, അതിന് ചിലപ്പോൾ ഹൈക്കമാൻഡുകൾ ഇടപെടുന്നു, പോളിറ്റ് ബ്യൂറോകൾ ഇടപെടുന്നു, ദേശീയ നേതൃത്വം ഇടപെടുന്നു. ഇങ്ങനെ പല പാർട്ടികൾക്ക് പല രീതികളാണ്. ഇവിടെ കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയപ്പെടുന്നത് എപ്പോഴും എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാറുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം അണപൊട്ടിയൊഴുകുന്ന കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങുകയും കേന്ദ്രത്തിൽ മറ്റൊരു ഭരണം ഇനി ഉണ്ടാകില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് എന്ത് പ്രസക്തി എന്നുകൂടി ചോദിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2019 19 സീറ്റുകൾ നേടി UDF മുന്നോട്ട് പോയെങ്കിലും അതേ ചിന്തകളോടുകൂടിയും അതേ സ്വപ്നങ്ങളോടും കൂടി തന്നെയാണ് UDF വീണ്ടും മത്സരിക്കുന്നത് എങ്കിൽ കൂടിയും എങ്ങനെയാണ് വിധി നിർണയമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം എന്ന് പറയപ്പെടുന്നത് പിണറായിക്ക് എതിരായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരമാണ്. ആ ഭരണവിരുദ്ധ വികാരത്തെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമാക്കിയെടുക്കുവാനുള്ള ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കേന്ദ്രത്തിലൊരു ഭരണത്തിലേക്ക് എത്തുവാൻ കോൺഗ്രസിനാകുമോ? അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ നിന്ന് 19 MP-മാരെയോ അല്ലെങ്കിൽ 20 MP-മാരെയോ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കേണ്ടതുമാണ്. എന്തായാലും ഞാൻ ആ കാലഘട്ടത്തിലേക്ക്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. പലതരത്തിൽ പല നേതാക്കളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇതിനകത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? എത്തേണ്ടി വരുന്ന സാഹചര്യമാണോ? എല്ലാ നേതാക്കളും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ കൗതുകത്തോടുകൂടി സാഗൂതം നോക്കുന്ന മലയാളിയുടെ മനസ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പലപ്പോഴും മാസങ്ങൾക്ക് മുൻപാണ് നമുക്കറിയാം മുതിർന്ന നേതാവായിട്ടുള്ള AK ആൻ്റണിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ നടക്കുന്നതും നമ്മൾ അറിയുന്നതും. കാരണം എന്താണ്? ഈ മുതിർന്ന കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി വിട്ട് BJP-യിൽ ചേരുന്നു. ഇത് കേരളത്തിലെ കോൺഗ്രസിന് വിശിഷ്യ ആൻ്റണിക്ക് തന്നെ വലിയ തിരിച്ചടിയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. BJP-യിൽ ചേർന്ന മകനെ ആൻ്റണി തള്ളിപ്പറഞ്ഞു എങ്കിൽ കൂടിയും ഭാര്യ ആലീസിൻ്റെ പരാമർശം പലപ്പോഴും ഒരു വിവാദത്തിലേക്ക് ചെന്നെത്തപ്പെടുകയായിരുന്നു. അതിനിടയിലാണ് BJP ഈ അനിൽ ആൻ്റണിയെ വരാനിരിക്കുന്ന നമ്മുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. സന്തോഷവാനാണ് അനിൽ ആൻ്റണി, ഒപ്പം തന്നെ AK ആൻ്റണി. ഇതോടെ അനിൽ ആൻ്റണിക്കെതിരെ പ്രചാരണത്തിന് ആൻ്റണിയെ തന്നെ രംഗത്തിറക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ വല്ലാതെ വേവലാതി പൂണ്ട് പറയുകയും ചെയ്തു. അവർ പറഞ്ഞു ആൻ്റണി എത്തും. ഇപ്പോഴത്തെ അനിൽ ആൻ്റണിക്കെതിരെ പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിൽ പോകുമോ എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ ഒരു പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആൻ്റണി. AK ആൻ്റണി പറയുന്നത് പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുന്നത് ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യസ്ഥിതി പോലെ ഇരിക്കുമെന്നാണ്. മനസ്സ് പറഞ്ഞാൽ പോലും ആൻ്റണിക്ക് പത്തനംതിട്ടയിൽ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന ഒരു ഡു ഓർ ഡൈ തിരഞ്ഞെടുപ്പാണ് എന്നും KPCC തീരുമാനിക്കുന്ന പട്ടിക അനുസരിച്ച് പ്രചരണം നടത്തുമെന്നൊക്കെ ആൻ്റണി കൂട്ടിച്ചേർക്കുമ്പോഴും മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു പത്തനംതിട്ടയ്ക്കില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുമ്പോഴും ആരോഗ്യം അനുവദിക്കുന്നത് പോലെ തിരുവനന്തപുരത്തെ എല്ലായിടത്തും പ്രചാരണത്തിന് എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, പത്തനംതിട്ടയ്ക്കില്ല. ഭരണഘടന സംരക്ഷിക്കുവാൻ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കേണ്ടത് അനിവാര്യമാകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ CA അടക്കമുള്ള കാര്യങ്ങൾ പിൻവലിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇക്കാര്യം പലവട്ടം പറഞ്ഞു കഴിഞ്ഞ കഥയാണ് എന്നും അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ് എന്നും പറയുന്നു. ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വരികയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും പലതും ഇവിടെ സംഭവിക്കാം. എന്നാൽ എന്തു വന്നാലും കേന്ദ്രത്തിൽ മോദി സർക്കാരിന് ഭരണത്തുടർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു ഡു ഓർ ഡൈ തിരഞ്ഞെടുപ്പാണ്. മോദി സർക്കാരിന് അന്ത്യം കുറിക്കുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇതൊക്കെ ആൻ്റണിയുടെ ചില പ്രത്യാശകൾ മാത്രമാണ് എന്ന് പറയാം. കോൺഗ്രസിൻ്റെ കേരളത്തിലെ താരപ്രചാരകരിൽ ഒരാളായിട്ടുള്ള ആൻ്റണിക്ക് പക്ഷേ
ആരോഗ്യ അവശതകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോഴും പൊതുവേദികൾ പലപ്പോഴും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുമുണ്ട്. അതേസമയം പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം പി ആൻറ്റോ ആൻ്റണിയാണ്. ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി അദ്ദേഹം രംഗത്തിറങ്ങുമോ? LDFനായിട്ട് മത്സരിക്കുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള CPMൻ്റെ നേതാവായിട്ടുള്ള തോമസ് ഐസക് എത്തുന്നു. തോമസ് ഐസക്കും അനിൽ ആൻ്റണിയും ആൻറ്റോ ആൻ്റണിയും അടങ്ങുന്ന ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ മനസ്സുകൊണ്ട് ആൻ്റണിയുടെ മനസ്സ് എന്ന് പറയപ്പെടുന്നത് അനിൽ ആൻ്റണിയുടെ വിജയങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നതാണ്, ത്രസിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും. അവിടെ ആൻറ്റോ ആൻ്റണിയോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ഒന്നും ഈ പറയുന്ന AK ആൻ്റണിയുടെ മനസ്സിൻ്റെ ഒരിടത്ത് പോലും ഇല്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകരോ കോൺഗ്രസ്സുകാരോ വിചാരിച്ചാൽ ഈ AK ആൻ്റണിയെ ഒരിക്കലും പറിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിൽ നടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആൻറ്റോ ആൻ്റണിക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ AK ആൻ്റണിക്ക് കഴിയില്ല. കാരണം തൻ്റെ മകനെ BJP പാളയത്തിലേക്ക് എത്തിക്കുന്നതിൽ മൗനാനുവാദം കൊടുത്ത രാഷ്ട്രീയ കുബുദ്ധിയാണ് AK ആൻ്റണി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും നരേന്ദ്രമോദിയുടെ അവസാനത്തെ തിരഞ്ഞെടുപ്പും എന്നൊക്കെ പറഞ്ഞ് AK ആൻ്റണി ഗീർവാണങ്ങൾ പറയുമ്പോഴും മനസ്സിൽ അദ്ദേഹത്തിന് അറിയാം 2024 നരേന്ദ്രമോദിക്കുള്ളതാണ്. ഇനി വരാൻ പോകുന്ന 2029 നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJP സർക്കാരിനുള്ളതാണ് എന്ന് മനസ്സുകൊണ്ട് മനസ്സിലാക്കിയ AK ആൻ്റണിയെപ്പോലെ ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് തന്ത്രപരമായി തൻ്റെ മകനെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് എത്തണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ആ മൗനാനുവാദം കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഒരച്ഛനെന്ന നിലയിൽ AK ആൻ്റണിയെ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. കാരണം മക്കളെല്ലാവരും എപ്പോഴും നല്ല നിലയിലേക്ക് എത്തണമെന്നാണല്ലോ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് BJPയിലേക്കുള്ള അനിൽ ആൻ്റണിയുടെ യാത്ര. ആ യാത്രയിൽ ഇതാ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി വരെ ആകാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുവാൻ AK ആൻ്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. AK ആൻ്റണി എന്ന് പറയപ്പെടുന്ന ആ അച്ഛൻ്റെ മകനായതുകൊണ്ടാണ് അനിൽ ആൻ്റണി ഇന്ന് പത്തനംതിട്ടയുടെ സ്ഥാനാർത്ഥിയായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ AK ആൻ്റണിയുടെ എല്ലാ തരത്തിലുള്ള ആശീർവാദങ്ങളും വാത്സല്യങ്ങളും സ്നേഹവുമടക്കം അനിൽ ആൻ്റണിക്ക് മാത്രമാണ്. അവിടെ കോൺഗ്രസിനോ കൈപ്പത്തിക്കോ ആൻറ്റോ ആൻ്റണിക്കോ ഒരു പ്രസക്തിയുമില്ല എന്നുള്ള കാര്യം കോൺഗ്രസ് അണികളും കോൺഗ്രസ്സുകാരെങ്കിലും മനസ്സിലാക്കുക. അനിൽ ആൻ്റണി എന്ന് പറയപ്പെടുന്നത് മകനാണ്, ആൻറ്റോ ആൻ്റണി എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ കൂട്ടുകാരൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് AK ആൻ്റണിക്കുള്ളിടത്തോളം കാലം അനിൽ ആൻ്റണിക്ക് വേണ്ടി മാത്രം വിജയപ്രാർത്ഥന നടത്തുന്ന വ്യക്തിയായിരിക്കും AK ആൻ്റണി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.